ഇറ്റലിയുടെ പ്രധാനമന്ത്രി വനിതയാണ്. പക്ഷേ കരുത്തുറ്റ ഒരു തീരുമാനമെടുത്തു. ഒരുപക്ഷെ ഒരു കാലത്ത് ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധി ഒക്കെ തീരുമാനിച്ച ആ കരുത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ 2011 മുതൽ രൂപം നൽകിയിരുന്ന സായുധ സഹകരണ കരാർ ഇറ്റലി റദ്ദാക്കി. അങ്ങനെ ഒരു കരാറിൻ്റെ ആവശ്യമില്ല, സംരക്ഷണവും തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മാത്രമല്ല, അമേരിക്കയും ഇസ്രയേലും നടന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സേനയിൽ ഇനി ഇറ്റലി ഭാഗമാവുകയുമില്ല, അതിൽ നിന്ന് പിൻവലിയുകയാണ് എന്നും പ്രഖ്യാപിച്ചു. മച്ചമ്പി പൊട്ടിത്തെറിച്ചത്രേ, നെതന്യാഹു പൊട്ടിക്കരഞ്ഞത്രേ. എന്താണ് ഈ ഇറ്റലി കാണിക്കുന്നതെന്നാണ് അവർക്കൊട്ടും മനസ്സിലാവാത്തത്. എന്ന് മാത്രമല്ല, ഇറ്റലിക്കൊക്കെ എവിടുന്ന് വന്നു ഈ ധൈര്യം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കാരണം ഇറ്റലിയൊക്കെ നല്ല ഉറച്ച അടിമയായിട്ടാണ് തുടർന്നുകൊണ്ടിരുന്നത്. എന്ത് ചെയ്താലും അനുസരിക്കുന്ന അടിമ. അമേരിക്ക മൂളുമ്പോൾ അതിൻ്റെ കൂടെ ഏറാമൂളികളായി നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഈ ആക്രമണത്തിൽ ഇറ്റലിയൊക്കെ വന്നിങ്ങി ചേർന്ന് ഇറാനെ അടിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 10-12 രാജ്യം അടിക്കാനുണ്ടെങ്കിൽ ചിലവ് 10-12 അടുത്തേക്ക് അങ്ങ് പോകുമല്ലോ. ഒറ്റയ്ക്ക് അടിക്കുമ്പോഴല്ലേ നോവുകയുള്ളൂ. അപ്പോൾ ആ ശ്രമം എല്ലാവരും കൂടി തകർത്ത് കളഞ്ഞിരിക്കുമ്പോഴാണ് ഇറ്റലിയുടെ ഈ കരാർ റദ്ദാക്കലും പിൻവലിയലും. അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രധാനമന്ത്രി ഇത്ര കരുത്തുള്ള തീരുമാനമെടുത്തത് എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. ട്രംപിൻ്റെ അനാവശ്യമായ യുദ്ധങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നൊരു വശം കൂടാതെ, ട്രംപ് മാർപ്പാപ്പയുമായി ഉണ്ടാക്കിയ ഏറ്റുമുട്ടലിൽ ഒട്ടും തൃപ്തരല്ല ഇറ്റാലിയൻ ജനത, അതിൻ്റെ നേതാവും. കാരണം മാർപ്പാപ്പയെപ്പോലെയുള്ളവർക്ക് സമാധാനത്തിനും ധർമ്മത്തിനും വേണ്ടി സംസാരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നാണ് ജോർജി മെലോണിയുടെ അഭിപ്രായം, ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ. അതിന് ചതുരം വരയ്ക്കാനും കളം വരയ്ക്കാനൊന്നും ട്രംപിനാരും അവകാശം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അത്തരം അനാവശ്യ അഹങ്കാര പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്ന് ഇറ്റലി തുറന്നടിച്ചു. അതിന് പിന്നാലെയാണ് സഹകരണ കരാർ റദ്ദാക്കിയത്. പൊതുവിൽ ഒരുപാട് ആളുകൾക്കൊരു ചിന്തയുണ്ട്, നമ്മുടെ തമ്പുരാക്കന്മാർക്കും ഉണ്ട്. എന്ന് വെച്ചാൽ അമേരിക്കൻ സാറന്മാരുണ്ടെങ്കിൽ, അതുപോലെ ഇസ്രയേൽ സാറന്മാരുണ്ടെങ്കിൽ ഭയങ്കര പിന്തുണയാണ്, അത് വളരെ കടുപ്പമുള്ള പിന്തുണയാണ്. ആ പിന്തുണ അത് ഏറ്റവും ഇഷ്ടവും ആഹ്ലാദവും സന്തോഷവും ഉറപ്പും നൽകുന്നതാണ് എന്ന തോന്നലിനെയാണ് ഇറ്റലി ഞെരിച്ചുടച്ചങ്ങ് കളഞ്ഞത്. ഇനി വരും ദിവസങ്ങൾ ആ ഞെരിച്ചൊടിക്കലുകളുടെ കാലമാവും. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പാകിസ്ഥാനിൽ പോയി ചർച്ച നടത്തി എന്തെങ്കിലും ഒരു തുണ്ടുപേപ്പർ ഉണ്ടാക്കി ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി വേഴാമ്പൽ മഴത്തുള്ളി കാത്തിരിക്കുന്നത് പോലെ ട്രംപ് വെമ്പൽ കൊള്ളുന്നത്.